ശാസ്ത്രീയ രീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ നൈസ് പബ്ലിക് സ്കൂൾ ബിപിയങ്ങാടി തിരൂർ. പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. നൈസ് പബ്ലിക് സ്കൂൾ ബിപിയങ്ങാടി തിരൂർ. റൺ ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. UDF കുറ്റവിചാരണ സദസ്സിൽ പരാതി പ്രളയം. അഴിമതിയിൽ മുങ്ങിയ സർക്കാരാണ് ഇടതിന്റേതെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. സർക്കാരല്ലിത് കൊള്ളക്കാർ എന്ന ശീർഷകത്തിൽ UDF സംസ്ഥാന വ്യാപകമായി നടത്തുന്ന കുറ്റവിചാരണ സദസ്സിന്റെ തിരൂരങ്ങാടിയിലെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ മേഖലയിലും അഴിമതിയാണ്. കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണിത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ജീവിക്കാനുള്ളത് അഴിമതി നടത്തി ഉണ്ടാക്കാമെന്നതാണ് ഇവരുടെ മോഹം. പാവപ്പെട്ടവന്റെ ഒരൊറ്റ ആവശ്യം പോലും പരിഗണിക്കാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല. 6 ലക്ഷത്തിലധികം പരാതികൾ ലഭിച്ചിട്ട് ഒന്നിനു പോലും പരിഹാരം കാണാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 20-ൽ 20 നേടി UDF മികച്ച നേട്ടം കൈവരിക്കും. അതിനുള്ള അംഗം കൂടിയാണിതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ജനങ്ങൾ ഇന്ന് ഈ ഗവൺമെന്റിനോടുള്ള കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ഒരവസരമാണ്. അവർക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളിലും ജനങ്ങൾ ഈ സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധം ഉയർത്തും. 7.5 വർഷമായി കേരളം ഭരിക്കുന്ന ഈ ഗവൺമെന്റ് നാടിനു വേണ്ടി എന്ത് ചെയ്തു? ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? ഈ ഗവൺമെന്റ് 2.5 വർഷം കൂടി പൂർത്തിയാക്കിയാലും ഈ ചോദ്യത്തിന് ഉത്തരം നമുക്ക് കണ്ടെത്താൻ സാധ്യമല്ല. കേരളത്തിലെ സാധാരണ ജനങ്ങളെ വിഡ്ഢികളാക്കിയല്ലേ മുഖ്യമന്ത്രി ചെയ്തത്? ഞാൻ ചോദിക്കട്ടെ, നവകേരള സദസ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ മുടക്കി നടത്തിയ പരിപാടിയാണ്. ആ പരിപാടിക്ക് പണം പിരിച്ചത് എങ്ങനെ എന്ന് വ്യക്തമാക്കണ്ടേ? ഉദ്യോഗസ്ഥന്മാർ പിരിച്ച പണത്തിന്റെ കണക്ക് കാണിക്കണ്ടേ? ആരോട് പിരിച്ചു, എന്തിന് ചെലവാക്കി എന്ന വസ്തുത ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഗവൺമെന്റ് തയ്യാറാകണ്ടേ? അദാനിയുമായി ഏറ്റവും ബന്ധമുള്ള നരേന്ദ്രമോദിയുമായി ബന്ധം സ്ഥാപിക്കാൻ പിണറായി വിജയന് കഴിഞ്ഞത് ഈ അദാനി വഴിയാണ് എന്നത് എല്ലാവർക്കും ബോധ്യമുള്ള ഒരു കാര്യമാണ്. നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തിൽ UDF ഭരണം ഉണ്ടാകരുത്. അദ്ദേഹം ആഗ്രഹിക്കുന്ന കോൺഗ്രസ് മുക്ത ഭാരതമാണ്. അങ്ങനെയാണ് നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധമുണ്ടാകുന്നത്. NP ഹംസക്കോയ അധ്യക്ഷനായി. KPM മജീദ് MLA ജനങ്ങളിൽ നിന്നും പരാതികൾ സ്വീകരിച്ചു. ഈ സർക്കാരിന്റെ കൊള്ളരുതായ്മകൾ ചൂണ്ടിക്കാട്ടി 1000-ഓളം പരാതികളാണ് ലഭിച്ചത്. ഇവയെല്ലാം ക്രോഡീകരിച്ച് ബന്ധപ്പെട്ട മന്ത്രിമാർക്ക് കൈമാറുമെന്ന് ചടങ്ങിൽ MLA പറഞ്ഞു. ചടങ്ങിൽ കൃഷ്ണൻ കോട്ടുമല, അഷ്റഫ് കോക്കൂർ, അജയ് മോഹൻ, അഡ്വക്കേറ്റ് VS ജോയ്, AP ഉണ്ണികൃഷ്ണൻ, സിദ്ദീഖ് അലി രാങ്ങാട്ടൂർ, TPM ബഷീർ, PSH തങ്ങൾ, അരിമ്പ്ര മുഹമ്മദ് മാസ്റ്റർ, K കുഞ്ഞിമരക്കാർ, CH മഹമ്മൂദ് ഹാജി, വാസു കാരയിൽ, VP കോയ ഹാജി, KP മുഹമ്മദ് കുട്ടി, VT സുബൈർ തങ്ങൾ, UK മുസ്തഫ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ, അസുഖങ്ങളെ അകറ്റൂ. ചുക്ക്, മല്ലി, തിപ്പല്ലി, കുരുമുളക്, ഗ്രാമ്പു, കരിഞ്ചീരകം തുടങ്ങിയ 9 ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ. ഗാന്ധിഗ്രാമം, വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം, തിരൂർ തെക്കുമുറി.